ചരിത്രത്തിൽ ഇന്നലെ വരെ ഉണ്ടാകാത്ത അഥവാ ഇല്ലാത്ത ഉണ്ടായിട്ടില്ലാത്ത അഭൂതപൂർവമായ ജനസഞ്ചയം ഈ ജാഥയെ കേൾക്കാൻ ശ്രമിക്കുന്നു, ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ശ്രമിക്കുന്നു, ഈ ജാഥയ്ക്ക് പിന്തുണ നൽകാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിന് കാരണങ്ങളുണ്ട്. ജാഥാംഗങ്ങളുടെ വ്യക്തിപരമായ സൗന്ദര്യ സവിശേഷതയല്ല, അവർ ഈ നാടിനോട് പറയുന്ന ആശയ സംഹിതയോടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത ഞങ്ങൾക്കെല്ലാമുണ്ട്. ഞങ്ങൾ ഈ നാട്ടിലെ പ്രത്യേക ആശയ സംഹിതയുടെ ഭാഗമായിട്ടാണ് ഈ നാട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നത്, ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ 2016-ലും 2021-ലും 2026-ലും ചില ആശയങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ അവതരണത്തിന് 2 വർഷങ്ങളിൽ അംഗീകാരമുണ്ടായെങ്കിൽ 2026-ലും അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. എന്താണ് സഹിതന്മാരെ ഈ നാട്ടിന്റെ പ്രത്യേകത? ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നത് എന്താ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടി ഇടത് ജനാധിപത്യ മുന്നണി തകർന്നുപോയി. വിശ്വസിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളും ഞാനുമില്ല. കാരണം 2024-ലെ തെരഞ്ഞെടുപ്പിൽ ഇടത് ജനാധിപത്യ മുന്നണിക്ക് 19 സീറ്റിന്റെ പിന്തുണയായിരുന്നെങ്കിൽ 2025-ലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 64 സീറ്റുകളുടെ പിന്തുണയോടുകൂടി തിരിച്ചു വരാൻ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഈ വിമർശിക്കുന്ന ആളുകൾ പറയണം. ഇതൊന്നിനെയും അംഗീകരിക്കുന്നവരാണ് ഇടത് ജനാധിപത്യ മുന്നണിയുടെ കക്ഷികൾ എന്നുള്ളതല്ല. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ചില ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് വിരുദ്ധമായ രാഷ്ട്രീയം, അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കാഴ്ചവെച്ചത് നമ്മൾക്കറിയാമല്ലോ. ഈ ദുരന്തത്തിന്റെ കഥകൾ വെച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും ദുരന്തത്തിന്റെ ദുഃഖപൂർണമായ ദിനങ്ങളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്, അത് നെഞ്ചിലേറ്റാൻ ഇനിയും വീണ്ടും ആഗ്രഹിക്കാത്തത് കൊണ്ട് ആവർത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ നാട്, ഈ രാജ്യവും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിലെങ്കിലും ഒരു ത്രികോണത്തിലേക്ക് നിൽക്കുകയാണ്. ആ ത്രികോണം ഒന്ന് LDF ആണ്, മറ്റൊന്ന് UDF ആണ്. അത് അത്രയൊന്നും ശക്തിയില്ലെങ്കിലും മറ്റൊന്ന് NDA ആണ്. ഇവർ ഒരുമിക്കുന്ന സാഹചര്യം, UDF-ഉം NDA-യും ഒരുമിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ നാം ദർശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ, ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ നാടിന് കിട്ടേണ്ടുന്ന സാമ്പത്തിക ആനുകൂല്യം, ആ സാമ്പത്തിക ആനുകൂല്യം നിഷേധിക്കുമ്പോൾ LDF എങ്ങനെ അതിനു വേണ്ടി ചെറുക്കാൻ കഴിയുമോ ആ ചെറുക്കലിന് വേണ്ടിയുള്ള പ്രക്ഷോഭം തീർക്കുമ്പോൾ അതോടൊപ്പം നിൽക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. ഇവിടെ സന്തോഷ് കുമാറുണ്ട്, പാർലമെന്റ് അംഗമാണ് നമ്മളുടേത്, MLA ഉണ്ട്, MLA-മാരുണ്ട്. പക്ഷേ ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിന് കിട്ടണം എന്നാവശ്യപ്പെടുമ്പോൾ ഒരക്ഷരം പറയാൻ എന്തുകൊണ്ട് എന്റെ പഴയകാല സുഹൃത്തുക്കളായ കോൺഗ്രസിന്റെ MLA-മാർ, MP-മാർ തയ്യാറാകുന്നില്ലെന്നുള്ളത് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇടത് ജനാധിപത്യ മുന്നണിയെ നമ്മൾ എതിർക്കുന്നതിൽ ജാഗ്രത പാലിക്കണം. ഇടത് ജനാധിപത്യ മുന്നണിയെ എതിർക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന് എതിരായ ഒരു ദിശ നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാരോട് പഴയ കാലങ്ങളിൽ ഞങ്ങൾ ഉപദേശിച്ചപ്പോൾ എന്തിനേറെ ഈ വയനാട് പാർലമെന്റിൽ LDF സ്ഥാനാർത്ഥിക്കെതിരായി കോൺഗ്രസിന്റെ സമുന്നത നേതാവ് മത്സരിക്കരുത് എന്ന് പാർട്ടിക്കകത്ത് പറഞ്ഞതിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്തിനാണത്?
പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തയച്ചാൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു വോട്ടുണ്ടാകുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും പോലെ 1967 മുതൽക്ക് ഇങ്ങോട്ടുള്ള കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഇടത് പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിനോട് സഹകരിച്ചതുപോലെ സഹകരിക്കാൻ സാധ്യതയുള്ളവരോട് നിങ്ങൾ ഏറ്റുമുട്ടുന്നത് BJP-യെ വളർത്താൻ വേണ്ടിയാണ് എന്നാക്ഷേപിക്കുക എന്ന ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടായിരുന്നു. BJP-യെ വളർത്തുക ഈ നാട്ടിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. പല കോൺഗ്രസുകാരെയും ഇടത് ചേരിയിലേക്ക് ആകർഷിച്ചത് എന്നത് മനസ്സിലാക്കുവാൻ വലിയ 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 ബുദ്ധിയൊന്നും ആവശ്യമില്ല.